മക്കളെ CUT വഴി നിങ്ങൾക്ക് എവിടെയൊക്കെ എക്കണോമിക്സിൽ ഡിഗ്രി ചെയ്യാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് എക്കണോമിക്സിൽ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഏതാണ് നിങ്ങൾ CUTയിൽ എക്സാമിനേഷൻ എഴുതണമെന്നുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു ദ എക്സ്ക്ലൂസീവ് ചാനൽ ഫോർ CUT ബൈ എജുപോഡ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം CUT ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങളും, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച്, യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതകളെ കുറിച്ച്, CUT എക്സാമിനേഷനെ കുറിച്ച്, ക്രൈറ്റീരിയയെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, യൂണിവേഴ്സിറ്റികളെ കോഴ്സുകളെ കുറിച്ച് എല്ലാം വിശദമായി നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ വർഷം CUT എക്സാമിനേഷൻ 2025 എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ പ്രത്യേകമായിട്ടും ഈ ചാനലിലെ എല്ലാവിധ വീഡിയോസും കാണുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ്. +2 ശേഷമൊക്കെ ചെയ്യണം എന്നുള്ള, പ്രത്യേകിച്ച് കൊമേഴ്സ് സ്ട്രീമിലൊക്കെ ഉള്ള ആളുകൾക്ക്, എക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലുള്ള ആളുകൾ, എക്കണോമിക്സിൽ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിലുള്ള ആളുകൾ ഒരുപക്ഷെ നോക്കാറുണ്ട്. എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സിവിൽ സർവീസ് മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം അവിടെ PhD ഒക്കെ കഴിഞ്ഞ് റിസർവ് ബാങ്ക് ഗവർണർ വരെ ആവാനുള്ള പ്രൊവിഷൻ ഉള്ള ഒരു കോഴ്സാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കോളേജുകളിൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എക്കണോമിക്സ് നിങ്ങൾക്ക് എവിടെയെല്ലാം പഠിക്കാൻ സാധിക്കും, അതിനെന്താണ് ക്രൈറ്റീരിയ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള വ്യത്യസ്ത ക്യാമ്പസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ക്യാമ്പസുകളിലാണുള്ളത്. ജനറലി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് BA ഓണേഴ്സ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. BA ഓണേഴ്സ് കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് നിർബന്ധമാണ് എന്നതാണ്. മാത്തമാറ്റിക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും +2 പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് നിങ്ങൾ CUTയിൽ എഴുതിയിരിക്കണം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് പ്രത്യേകമായിട്ട് നിങ്ങൾ +2 പഠിച്ചത് പ്ലസ് മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം എന്നതാണ്. BA എക്കണോമിക്സ് ഓണേഴ്സ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കൊമേഴ്സിൽ മാത്സ് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിക്കോണമെന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, CUK. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക എന്ന് പറയുന്നത് ഗുൽബർഗിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ BA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ടെസ്റ്റാണ് നിങ്ങൾ എക്കണോമിക്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക കിട്ടാൻ വേണ്ടി എഴുതേണ്ടത് എന്നുള്ളതാണ്. മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. സൗത്ത് ബീഹാറിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG PG എക്കണോമിക്സ്. ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകളാണ്. 5 ഇയർ പ്രോഗ്രാമുകളാണ്, UG PG കോഴ്സുകളാണ്. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൽ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് PG എക്കണോമിക്സ് കോഴ്സുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഉണ്ട്. അവിടെ BSc ഓണേഴ്സ് എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പൊതുവെ നിങ്ങൾ BA ഓണേഴ്സ് BSc ഓണേഴ്സ് എന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് BSc ഓണേഴ്സ് അതിൻ്റെ സബ്ജക്റ്റിൻ്റെ കോമ്പിനേഷനൊക്കെ വെച്ചുകൊണ്ടാണ് BScയിലേക്കൊക്കെ മാറ്റുന്നത്. അത് പക്ഷേ കുറച്ചുകൂടിയും സയൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാത്തമാറ്റിക്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള സംഗതികളായിരിക്കും അതിൽ വരുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും BSc ഓണേഴ്സ് എക്കണോമിക്സ് പറയുന്നത്. പക്ഷേ എന്നാലും ജനറൽ ടെസ്റ്റാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നാണ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്ന കോഴ്സും നേരത്തെ ബീഹാറിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് കോഴ്സാണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എക്കണോമിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 5 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഡയറക്റ്റ്ലി +2 ശേഷം നിങ്ങൾ 5 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് PG സർട്ടിഫിക്കറ്റോടുകൂടി പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് BA ഓണേഴ്സ് എക്കണോമിക്സ് ആണ്. അവർ എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയയുടെ കോഴ്സ് എന്ന് പറയുന്നത് BA ഓണേഴ്സ് എക്കണോമിക്സ് ആണ്. അവിടെയും സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ അമർകണ്ടകിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. IGNTU അവരുടെ കോഴ്സായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് എക്കണോമിക്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. BA എക്കണോമിക്സ് തന്നെയാണ്. എക്കണോമിക്സ് ആണ് സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ എല്ലാ കോഴ്സുകളും CUTയിൽ അണ്ടറിലല്ല വരുന്നത്. എന്നാൽ
ടിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ എക്കണോമിക്സ് ഓണേഴ്സ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് തന്നെയാണ് നിങ്ങൾ CUT-യിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി മാനു ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ BA ഓണേഴ്സ് എക്കണോമിക്സ് ആണ്. ഒരു ഉറുദു പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറുദു ഒരു ഡൊമൈൻ സബ്ജക്റ്റായിട്ട് എഴുതിയിരിക്കണം, ജനറൽ ടെസ്റ്റും എഴുതിയിരിക്കണം എന്നതാണ്. അതുപോലെ മിസോറാം യൂണിവേഴ്സിറ്റി നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് മിസോറാം യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ലാംഗ്വേജ് ടെസ്റ്റും അതുപോലെ തന്നെ എക്കണോമിക്സുമാണ് പറയുന്നത്, ഇംഗ്ലീഷും പറയുന്നത്. നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓണേഴ്സ് എക്കണോമിക്സിൽ എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്സ് ഓർ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി നെഹു ഷില്ലോങ്ങിലാണ് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി. അവർ എക്കണോമിക്സിലുള്ള മേജറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലാംഗ്വേജും അതുപോലെ തന്നെ എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്, ജനറൽ ടെസ്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോഴ്സ് എന്ന് പറയുന്നത് 4 ഇയർ BA ഓണേഴ്സ് എക്കണോമിക്സ് ആണ്. ഇതിപ്പോൾ 5 ഇയർ കോഴ്സും ഉണ്ട്, 4 ഇയർ കോഴ്സും ഉണ്ട്. ഈ 4 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഹോണേഴ്സ് പ്രോഗ്രാമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്, ഹോണേഴ്സ് കോഴ്സുകളാണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഗ്രി 3 ഇയർ പ്ലസ് 2 ഇയർ PG എന്നുള്ള സ്വഭാവത്തിലുള്ള PG കൂടി പുറത്തിറങ്ങുന്ന സ്വഭാവത്തിലാണ്. 4 ഇയർ ഓണേഴ്സ് കോഴ്സ് കുറച്ച് റിസർച്ച് ഓറിയന്റഡ് കോഴ്സ് ആയിരിക്കും. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എക്സാമിനേഷൻ ആയിട്ട് എഴുതേണ്ടത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് BA എക്കണോമിക്സ് തന്നെയാണ്. അതിന് എക്കണോമിക്സ് ഓർ ആന്ത്രപ്പോളജി ഓർ ജോഗ്രഫി ഓർ ഹിസ്റ്ററി ഓർ പൊളിറ്റിക്കൽ സയൻസ് ഓർ സോഷ്യോളജി ഏതെങ്കിലും എഴുതാന്നുള്ളതാണ്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് എന്നതാണ്. സമ്മക്കസക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയും BA ഓണേഴ്സ് എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 1 ഇംഗ്ലീഷും സെക്ഷൻ 3 ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് എന്നതാണ്. ത്രിപുര യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ത്രിപുര യൂണിവേഴ്സിറ്റിയിലും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ആണ്. സെക്ഷൻ 2 മാത്തമാറ്റിക്സ് ഓർ എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കോമ എക്കണോമിക്സ് എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത് ത്രിപുര യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിൽ BA എക്കണോമിക്സിൽ ഡിഫൻസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജോഗ്രഫി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പൊളിറ്റിക്കൽ സയൻസ്, ആൻഷ്യൻ ഹിസ്റ്ററി, സൈക്കോളജി, ആന്ത്രപ്പോളജി, സൈക്കോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇതിങ്ങനെ വ്യത്യസ്ത കോമ്പിനേഷനിലാണുള്ളത് BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷും എനി 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സും ജനറൽ ടെസ്റ്റുമാണ്. അലഹബാദിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എഴുതേണ്ടതെന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് BSc ഹോണേഴ്സ് MSc പ്രോഗ്രാം ഇൻ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സും മാത്തമാറ്റിക്സും ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് അവിടെ കോഴ്സ് ഇന്റഗ്രേറ്റഡ് BA and MA ഇൻ എക്കണോമിക്സ് ആണ്, ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ ഈ പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 4 ഇയർ BSc എക്കണോമിക്സ് ഹോണേഴ്സ് റിസർച്ച് എന്നുള്ള രീതിയിലാണ്. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ജനറൽ ടെസ്റ്റ് എന്നുള്ള പേപ്പറാണ് എഴുതേണ്ടത്. ഡോക്ടർ BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി, അതായത് നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് ഡോക്ടർ BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ബേസ് എന്ന് പറയും, ബാംഗ്ലൂരിലാണ് ക്യാമ്പസ് ഉള്ളത്. അവിടെ നിങ്ങൾ എഴുതേണ്ട എക്സാം പേപ്പർ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷുമാണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc എക്കണോമിക്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്കണോമിക്സിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓൾഡ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, അവിടെ BA ഓണേഴ്സ് എക്കണോമിക്സ് ആണ്. എനി വൺ ഓഫ് ദി ലാംഗ്വേജ് ബെസ്റ്റ് സ്കോർ ഓഫ് എനി 3 ഡൊമൈൻസ്, എനി 27 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി പറയുന്നത്. IP യൂണിവേഴ്സിറ്റി, ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി അവരുടെ 4 ഇയർ BA എക്കണോമിക്സ് പ്രോഗ്രാമാണ്. BMA സ്കീമിൽ വരുന്നതാണ്. ഇംഗ്ലീഷും എക്കണോമിക്സും അതുപോലെ തന്നെ അപ്ലൈഡ് മാത്തമാറ്റിക്സും ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു അവർ BA എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് BA എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. അവിനാഷ് ലിംഗം യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ടെസ്റ്റ് ഓർ എക്കണോമിക്സ് ആണ് എഴുതേണ്ടത്. ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ബാച്ചലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ എക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസി എന്നുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ്. അവർ എക്കണോമിക്സ് ആണ് എഴുതണം എന്ന് പറയുന്നത്. ആര്യ വിദ്യാപീഠ് കോളേജ് അവരുടെ കോഴ്സ് BA എക്കണോമിക്സ് ഹോണേഴ്സ് ആണ്. എനി വൺ ഓഫ് ദി ലിസ്റ്റഡ് ലാംഗ്വേജസ്, എനി 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്, ജനറൽ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ ക്രൈറ്റീരിയ ആണ്. ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ പരേഡ് ഗ്രൗണ്ട് ജമ്മു അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് BA എക്കണോമിക്സ് എന്നുള്ള കോഴ്സാണ്. അവർ ജനറൽ ടെസ്റ്റും എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സുമാണ് പറയുന്നത്. അതുപോലെ തന്നെ
പ്രധാനപ്പെട്ട പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ബി എക്കണോമിക്സ് എന്ന്. ഒട്ടുമിക്ക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ബി എക്കണോമിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ ക്യാമ്പസുകളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ, പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? എക്കണോമിക്സ് കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ എക്കണോമിക്സിൽ ഒരു വലിയ കരിയർ ലക്ഷ്യം വെക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സിറ്റികൾ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.